ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു ചോക്ലേറ്റ് പുഡിംഗ് ആണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ആദ്യം നമുക്കൊരു സോസ് പാൻ എടുത്തിട്ട് സ്റ്റൗവിലേക്ക് വെക്കാവേ. അതിലേക്ക് 2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമുക്കൊന്ന് മിക്സ് ആക്കണം. മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം. പിന്നെ ആവശ്യത്തിന് മധുരം 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം കട്ട കെട്ടാതെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ പാവത്തിലുള്ള ആ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അതുപോലെ തന്നെ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം സ്റ്റൗ ഓൺ ആക്കിയിട്ട് ആവശ്യത്തിന് മധുരം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ കട്ട കെട്ടാതെ ഇത് വെച്ച് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ആദ്യം കാണിച്ചൊരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ കൺസിസ്റ്റൻസി തന്നെ കുറുക്കിയെടുക്കണേ. ഇപ്പം നമ്മുടെ പരുവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് ഈ പാലിനകത്ത് മുക്കിയിട്ട് നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് നിരത്തി വെച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കോൺഫ്ലവറിൻ്റെ മിക്സ് ഇല്ലേ, അത് ഒഴിച്ചു കൊടുക്കണേ. ഇതിപ്പോൾ ഇച്ചിരി ടൈറ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. ഇത് ലൂസാക്കിയതിന് ശേഷം നമ്മൾ ആ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് നിരത്തിയില്ലേ, അതിന് മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിന് മുകളിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഇല്ലായിരുന്നോ, അതിലേക്കും കുറച്ച് പാലൊഴിച്ച് നമുക്കൊന്ന് ലൂസാക്കാവേ. ലൂസാക്കിയതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാവേ. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് ചോക്കോസ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ച് ചോക്കോസ് എടുത്തിട്ട് നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ട്. ഈ പൊടി നമുക്ക് അതിന് മുകളിലേക്കൊന്ന് തൂവി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിനു ശേഷം മാത്രമേ എടുത്ത് കഴിക്കാവുള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പുഡിങ് കേട്ടോ. എൻ്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക്